ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തെർമക്സ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ ഇന്നലെ ബേസിക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തൊരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് കാണുക, അതിനകത്ത് ക്ലിക്ക് ചെയ്തൊന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. ടൂളെന്ന് പറയുമ്പോൾ ഒരു ബാനറിൻ്റെ ടൂളാണ് ഗൈസ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് ദാണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലൂടെ തെർമോക്സ് ലോഡാവുന്ന എങ്ങനെ, എന്നിട്ട് നമ്മുടെ പേരെഴുതി കാണിക്കും. മിസ്റ്റർ ഡബിൾ അനോണിമസ് 2 ഇവലായി വന്നിട്ട് ഇങ്ങനെ പേരെഴുതി കാണിക്കും. ഇതാണ് ഗൈസ് നമ്മുടെ ടൂളെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഗിറ്റ്ഹബിൻ്റെ ലിങ്കും കൊടുത്ത് LSCD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതാവുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ആദ്യം നമ്മൾ അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് apt സ്പേസ് അപ്ഡേറ്റ് സ്പേസ് apt-get സ്പേസ് അപ്ഡേറ്റ് സ്പേസ് -y. നിങ്ങൾക്ക് ഈ കമാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ pkg അപ്ഡേറ്റ് സ്പേസ് ആൻഡ് സ്പേസ് pkg അപ്ഗ്രേഡ്. ഈ കമാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കമാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗൈസ്. അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് അങ്ങനെ ആയി കിട്ടിയാൽ മതി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂളിൻ്റെ പേരെന്ന് പറയുന്നത്, ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൗണ്ട് എഫക്റ്റിലൂടെ തെർമക്സ് ലോഡാവും. അതുപോലെ തന്നെ ഇതേപോലെ ഗ്രീൻ ഫോണ്ട് ആവും എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ടൂളിൻ്റെ പേരെന്ന് പറയുന്നത് t-load ഗൈസ്. t-load എന്ന് പറഞ്ഞൊരു ടൂളാണ്. നൂബ് ഹാക്കേഴ്സ് എന്ന് പറയുന്നവർ ഡെവലപ്പ് ചെയ്ത ഒരു ടൂളാണ് t-load എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ജസ്റ്റ് കമാൻഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇതിപ്പോൾ ലോഡായി എടുക്കാൻ കുറച്ച് ടൈം വരുന്നുണ്ട്. ഞാൻ വീഡിയോ സ്പീഡാക്കുന്നില്ല, കാരണം ഇന്നലെ വീഡിയോ സ്പീഡാക്കിയെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ സ്പീഡാക്കുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതാവുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേര് കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേരെന്ന് പറയുന്നത് മിസ്റ്റർ ഡബിൾ അനോണിമസ് എന്നാണ് ഞാൻ ഇപ്പോഴത്തെ ബാനറിലെ പേര് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ അടുത്ത ഒന്നുകൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പേര് മാറ്റേണ്ടതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ അപ്ഡേറ്റ് കൊടുത്തു. അപ്ഗ്രേഡിനാണ് നമ്മൾ കൊടുത്ത് വെച്ചിരിക്കുന്നത്. അപ്ഗ്രേഡ് ആവുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മുടെ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ വിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസസ് ഓൺലി ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരന്മാരെ കൊണ്ട് എല്ലാവരെ മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആക്കുക. ഇത് 500 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമുക്കൊരു വേർഡ് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. വേർഡ് ലിസ്റ്റ്, അതായത് വേർഡ് ലിസ്റ്റിൻ്റെ ഫയൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് അപ്ഡേറ്റ് ആയി തീരാറായെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഡിഫോൾട്ട് ആക്ഷൻ കറണ്ട് വെർഷനെ കളയണോ വേണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ യെസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് എൻ്റർ അടിച്ചു. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഗിറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. അതെല്ലാം മെയിനാണ്. അതൊക്കെയാണ് നമ്മുടെ മെയിൻ പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയി ആ വീഡിയോ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് തെർമക്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക ഗൈസ്. ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കുന്നത് എല്ലാം ബേസിക് പാക്കേജസ് ആണ്. അതെല്ലാം ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിൽ ചിലതൊന്നും ഇൻസ്റ്റാൾ ആവത്തില്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ഗിറ്റ് ക്ലോണിൻ്റെ ലിങ്ക് അടിച്ചിട്ടുണ്ട്. ലിങ്ക് അടിക്കുകയാണ്, ഗിറ്റ് ഹബിൻ്റെ ലിങ്ക് അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗിറ്റ് സ്പേസ് ക്ലോണ് സ്പേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി നോക്കി പേസ്റ്റ് ചെയ്ത് മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾക്ക് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡ് ആണെന്നാണ് ഗൈസ് കാണിക്കുന്നത്. ഓൾറെഡി എക്സിസ്റ്റ്. അപ്പോൾ അടുത്ത നമ്മൾ ലിസ്റ്റ് കൊടുക്കുക, ഫയൽസ് ലിസ്റ്റ് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് t-load. അപ്പോൾ ഡയറക്ടറി ചേഞ്ച് ചെയ്യുക, cd സ്പേസ് t-load എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ അമർത്തുക ഗൈസ്. ഇപ്പോൾ നമ്മൾ t-load-നുള്ളിലായിട്ടുണ്ട്. ശേഷം LS അടിക്കുക. ശേഷം -t-load.sh. ഇപ്പം ഈ SH വരുന്നതെന്നൊക്കെ പറയുമ്പോൾ റൺ ചെയ്യാനായിട്ട് ബാഷ് അല്ലെങ്കിൽ ./ ആണ് നമ്മൾ അടിക്കേണ്ടത്.
ഇപ്പോൾ t-load ടൂള് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. t-load എന്ന് പറഞ്ഞ ഒരു ടൂള് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അലോ കൊടുക്കുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആ പെർമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളും വരാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക, നിങ്ങളുടെ സ്റ്റോറേജിലോട്ട് സൗണ്ട് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഉണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് ചോദിക്കും, റൈറ്റ് ഓർ ഫസ്റ്റ് നെയിം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഏത് പേരാണോ ആ ഒരു ഡിവൈസിൻ്റെ താഴെ വരേണ്ടത്, അപ്പോൾ അത് നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം ആ പേരായിരിക്കും ആ ഡിവൈസിൻ്റെ തൊട്ട് താഴെ കളർഫുള്ളായിട്ട് വരുന്നത്. അപ്പം മാക്സിമം ചെറിയ പേരുകളായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വലിയ പേരാകുമ്പം വിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഷോർട്ട് നെയിം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിസ്റ്റർ ഡെവിൽ എന്നാണ് ഗൈസ് കൊടുക്കുന്നത്, ഡെവിൽ എന്ന് കൊടുക്കുക. സെക്കൻഡ് നെയിം നമ്മൾ ഹാക്കർ എന്നാണ് കൊടുക്കുന്നത്. സെക്കൻഡ് നെയിം എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ ഒരു കണ്ണിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്ത് എൻ്റർ അമർത്തി കഴിഞ്ഞിട്ട് ന്യൂ സെക്ഷൻ എടുക്കുക ഗൈസ്. അങ്ങനെ ന്യൂ സെക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇതാണ് ആ ഒരു ടൂൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സൗണ്ട് എഫക്റ്റിനെല്ലാം നമുക്ക് കിട്ടും ഗൈസ്. ആ ഒരു സൗണ്ട് എഫക്റ്റ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇതാണ്ട് മിസ്റ്റർ ഡെവിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഹാക്കർ എന്നുണ്ട് കണ്ണിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ന്യൂ സെക്ഷൻ ഓപ്പണാക്കി കാണിച്ചു തരാം. കളർ ചേഞ്ച് ആവുന്നത് ലോഡ് ഔട്ട് വേണ്ട ഗൈസ്, കളർ മാറിയിട്ടുണ്ട്. മിസ്റ്റർ ഡെവിൽ വേണ്ട ഹാക്കർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.